സമ്മാനമായി ലഭിച്ചത് പീഡന പരാതികളും അപവാദങ്ങളും മാത്രം. അമ്മ സംഘടനയുമായുള്ള ബന്ധം അറുത്തെറിഞ്ഞ നടൻ ബാബുരാജ്. താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നേക്കുമായി പിന്മാറുകയാണെന്ന് വ്യക്തമാക്കി നടൻ ബാബുരാജ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നൽകിയ നാമനിർദ്ദേശ പത്രിക നടൻ പിൻവലിക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. മോഹൻലാലിന്റെ പേര് വലിച്ചഴിച്ചതിൽ വേദനയെന്നും നടൻ മുമ്പ് പറഞ്ഞിരുന്നു. തീരുമാനം ആരെയും ഭയന്നിട്ടല്ലെന്നും ബാബുരാജ് പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബാബുരാജ് തന്റെ തീരുമാനം അറിയിച്ചത്. കഴിഞ്ഞ 8 വർഷക്കാലം അമ്മ സംഘടനയിൽ പ്രവർത്തിച്ച എനിക്ക് പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സമ്മാനമായി ലഭിച്ചതെന്നും ബാബുരാജ് പറയുന്നുണ്ട്. നടൻ സുരേഷ് കൃഷ്ണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. തനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സരിത എസ് നായരുടെ പരാതി ഇതിന്റെ ഭാഗമാണെന്നും ബാബുരാജ് പ്രതികരിച്ചു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിലുള്ള താരം മത്സരിക്കുന്നതിനെതിരെ അമ്മ അംഗങ്ങൾ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. പത്രിക പിൻവലിക്കാൻ മുതിർന്ന താരങ്ങൾ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് സൂചന. ആരോപണ വിധേയർ ഒന്നാകെ മാറി നിൽക്കുമ്പോഴും ബാബുരാജ് മാത്രം മത്സരരംഗത്ത് ശക്തമായി നിലയുറപ്പിച്ചതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. അമ്മ ആജീവനാന്താംഗം മല്ലിക സുകുമാരനായിരുന്നു നടനെതിരെ ആദ്യം രംഗത്തെത്തിയത്. പിന്നാലെ മാലാപാർവതി ഉൾപ്പെടെ പരസ്യമായി പ്രതികരിച്ചു. ആരോപണം ഉയർന്നപ്പോൾ താൻ മാറി നിന്നുവെന്ന് ഓർമ്മപ്പെടുത്തി വിജയബാബു രംഗത്തെത്തി. ബാബുരാജിനെതിരെ സാമ്പത്തിക ആരോപണമടക്കം ഉന്നയിച്ച അനൂപ് ചന്ദ്രനും മുന്നോട്ട് വന്നിരുന്നു. പരസ്യ വിമർശനങ്ങൾ കടുത്തപ്പോഴും മത്സരരംഗത്ത് നിലയുറപ്പിക്കാനായിരുന്നു ബാബുരാജിന്റെ തീരുമാനം. എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയും ഇടപെട്ടതോടെയാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ തയ്യാറായതെന്നാണ് സൂചന. ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് പുറമെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും ബാബുരാജ് പത്രിക സമർപ്പിച്ചിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനുമാണ് നേർക്കുനേർ മത്സരിക്കുന്നത്. കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ എന്നിവരാണ് ബാബുരാജ് പിന്മാറിയതോടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ.